ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കളം കാവൽ. தூக்கி தூக்கிட்ட இந்த வாட்டி பெரிய 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 அளவுக்கு തൂക്കിട്ടെ, തൂക്കി അടിച്ചിട്ടെ. ഇതാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചുരുക്കി പറയാനുള്ളത്. പൊളിച്ചു, പൊളിച്ചു മാൻ, പൊളിച്ചു, തകർത്തു, തൂക്കിയടിച്ചു, തൂക്കിയടിച്ചു. വെറുതെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയുന്നതല്ല, സീരിയസ്ലി മാൻ. ഫീൽ ആയിട്ടെ, പൊളിച്ച്, കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു തവണയും കൂടി പോയിട്ട് കാണുന്നുണ്ട്, കാണണം, മതിയായിട്ടില്ല. സ്റ്റിൽ ഐ ആം റിയലി 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 വെരി എക്സൈറ്റഡ്. എന്താ പറയാ, നിങ്ങൾ പടം കണ്ടവർക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റ് ബോക്സിൽ പറ. അതായത് വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട്, വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നൊരു സിനിമ. 27-ാം തീയതി ഇറങ്ങേണ്ട സിനിമയാണ്. റിലീസ് മാറ്റിയെന്ന് കേട്ട സമയത്ത് ഉണ്ടായൊരു വല്ലാത്തൊരു ദേഷ്യവും വിഷമമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നുള്ളത് അറിയില്ല. ഓൾറെഡി 27-ന് വേണ്ടിയിട്ട് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അത് മാറ്റിയപ്പോ വല്ലാത്തൊരു ചടപ്പായി പോയി. പിന്നെ 5-ാം തീയതിക്ക് ഡേറ്റ് ആക്കുന്നു. പിന്നെ 5-ാം തീയതിക്ക് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പായി. ക്ഷമ തെറ്റി സത്യത്തിൽ. അതായത് ക്ഷമയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പെട്ടെന്നൊന്ന് 5-ാം തീയതി ആയാൽ മതിയായിരുന്നു ഇതൊന്ന് കാണാൻ എന്നുള്ളൊരു വല്ലാത്തൊരു ഒരു ആക്രാന്തമായിരുന്നു. ബിക്കോസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5-ാം തീയതി ആയി, പടം കണ്ടു. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ, വല്ലാത്തൊരു സുഖമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഹോളി എക്സ്പീരിയൻസ്. കലക്കൻ സിനിമ. എനിക്കിത് എത്ര പറഞ്ഞിട്ടോ അങ്ങോട്ട് മതിയാവുന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് എന്താ ചെയ്യാ, അത് മതിയാവുന്നില്ല, പറഞ്ഞങ്ങോട്ട് മതിയാവുന്നില്ല. കിട്ടുന്ന സിനിമ. മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ പടം കാണും. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും, സിനിമയുടെ അകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് സ്പോയിലർ ആവും. ഇത് ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാൽ അതിന്റെ ഒരു കിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിലും മോനെ ഫസ്റ്റ് തന്നെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. മമ്മൂക്കയെ കാണിക്കുന്ന സീന് അവിടെ തന്നെ നമുക്ക് സാധനം കിട്ടി. എന്തളവുക്ക് പണ്ണമൊക്കെ പൊറേ എന്നുള്ളത്. എങ്ങനെടോ, എങ്ങനെയാണ്, എപ്പിടി പണ്ണ മുടിയത്? റേഞ്ച് എടാ പട്ടിത്തട്ടി തീട്ടങ്ങൾക്ക് മാത്രം കൊണ്ടാ മതി പറയണത് കേട്ടാ. 100 കോടിയുടെ തൊഴിഞ്ഞ കണക്കും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാര് എന്താ പറയാ കളിയാക്കും. മമ്മൂക്കേനെ കൊണ്ടേ മുക്കില് വെക്കിടത് അജാതി കളിയാക്കലുകളൊക്കെ. കോടി കിട്ടിക്കോട്ടെ, സന്തോഷം. മമ്മൂക്കൊക്കെ ആണെങ്കിൽ 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ഫാൻ സന്തോഷം കിട്ടും. പക്ഷെ 100 കോടിയിൽ അളക്കുന്ന കുറെ കഴങ്ങേശ്വരന്മാർ ആക്ച്വലി ഉണ്ട്. കഴങ്ങേശ്വരന്മാർ തന്നെ ഞാൻ പറയും. പുച്ഛമാണ് 100 കോടിയുടെ പേരിൽ ഈ മമ്മൂക്കേനെ അളക്കുന്ന ആൾക്കാരോട് പുച്ഛം, സഹതാപം. പാറ പടം പാറ്. മമ്മൂക്കയുടെ റേഞ്ച് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങേര് ഓൾറെഡി തെളിയിച്ചതാണ്. വില്ലനായിട്ടൊക്കെ മുമ്പിൽ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ 2025 ഇന്ന് വന്ന് പാറ, എന്താ പടം പാറ്. എപ്പടി പണ്ണി വെച്ചിருக்கு പാറ്. ആ ബോഡി ലാംഗ്വേജ്, ഫേഷ്യല് വരുന്ന ഭാവങ്ങളും, സിഗരറ്റ് വെച്ചിട്ടുള്ള കളികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അയ്യോ, എങ്ങനെ അതൊക്കെ മൂപ്പരുടെ കൈന്നിട്ട പരിപാടിയാണെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണത്. കൈന്നിട്ട പരിപാടി തന്നെയാണ്, മനസ്സിലാക്കണമെന്നല്ല, അതാണ് സത്യം. മറ്റേ
നമ്മൾ ടീസറിൽ കണ്ട സാധനം മറ്റേ ഇവിടുന്ന് സിഗരറ്റ് ഇങ്ങോട്ട് ആക്കുന്ന അത് മൂപ്പര് കൈ നട്ടതാണ്. പിന്നെ വേറൊരു സംഗതി ഉണ്ട് ഇതിന്റെ അകത്ത്, സിഗരറ്റ് വെച്ചിട്ടുള്ള സംഗതി തന്നെയാണ്, അത് മൂപ്പര് കൈ നട്ട തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നടുകണ്ട നടുകൻ നട്ടികൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് സ്ലാങ് പിടിച്ചിട്ടുണ്ട് പുള്ളി ചെറുതായിട്ട്. പിന്നെ പുള്ളി സ്ലാങ്ങിന്റെ കേസിൽ അറിയാലോ, എല്ലാ സ്ലാങ്ങും മൂപ്പര് പെർഫെക്റ്റ് ആയിട്ട് മൂപ്പര് ചെയ്യും. അതാണ് ഇതിന്റെ അകത്താണെങ്കിലും മൂപ്പര് സ്ലാങ് പിടിച്ചിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അറിയാലോ ഒരുപാട് നടിമാരുണ്ട് ഇതിന്റെ അകത്ത്, അവരൊക്കെ ആയിട്ടുള്ള മൂപ്പരുടെ കോമ്പിനേഷൻസ് അറിയാലോ, ഇവരൊക്കെ തട്ടുന്ന പരിപാടിയാണ്. അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് മൂപ്പര് ബിഹേവ് ചെയ്യുന്ന രീതി, ഓരോരുത്തരുടെ അടുത്ത് ഡീൽ ചെയ്യുന്ന ഒരു രീതി ആക്ച്വലി ഉണ്ട്. അതൊക്കെയാണെന്നേ, അവിടേക്കാണ് ഈ അഭിനയ പ്രാധാന്യം എന്ന് പറയുന്ന ഒരു സാധനം കിടക്കുന്നത്. പണിയിട്ടുണ്ട്, ഗംഭീരമായിട്ട് പണിയുണ്ട്, ഗംഭീരമായിട്ട് കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ജിതിൻ കുറിപ്പ് എഴുതിയ ആളാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് എവ്രി തിങ് ആസ് എ പ്രേക്ഷകൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമ. ആൻഡ് ആസ് എ മമ്മൂട്ടി ഫാൻ ഐ എം റിയലി ഹാപ്പി ആൻഡ് വെരി പ്രൗഡ്. പൊളിച്ചിട്ടുണ്ട്, കിട്ടിലം പടം. കൂടുതലൊന്നും പറയാനില്ല മാൻ, കൂടുതലൊന്നും പറയാനില്ല, കിട്ടിലം പടം. നിങ്ങൾ പോവുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ വിനായകനുണ്ട്. വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകനെ നമ്മൾ ഇതിനു മുമ്പ് പല സിനിമകളിലും ആക്ച്വലി കണ്ടിട്ടുണ്ട്. ആ ഒരു രീതിയൊന്നും അല്ല ഇതിന്റെ അകത്ത് പിടിച്ചിരിക്കുന്നത് കേട്ടോ, കംപ്ലീറ്റ്ലി. അതായത് ഇന്റർവ്യൂസിലൊക്കെ മറ്റേ വിനായകൻ പറഞ്ഞ പോലെ തന്നെ അയാളെ കെട്ടിയിട്ടിരിക്കുകയാണ്. അയാളെ ഇങ്ങനെ ഒന്നും ഒരുപാട് കയറിയിട്ട് ലൗഡ് ആവാതെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ് വിനായകനും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഒരുത്തിയില് പുള്ളി ചെയ്തത് ഒരു പോലീസാണ്. അതിന്റെ അകത്തു നിന്നും വ്യത്യസ്തമായ ഒരു സാധനമാണ് ഇതിന്റെ അകത്ത്. നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അവസാനമൊക്കെ ഒരു പരിപാടി ഉണ്ട്, പടം കാണ് മനസ്സിലാവും. കണ്ട ആൾക്കാർക്ക് ഇത് പറയുന്നത് മനസ്സിലാവും, കാണാത്ത ആൾക്കാർ നിങ്ങളൊന്ന് കാണും. അവസാനം പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട്. എന്താ പറയുക, ഒന്നും പറയാൻ നിവൃത്തിയില്ല, ഇങ്ങനെ മുക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് സ്പോയിലർ ആയി പോകും. നമ്മളത് ഫ്രഷ്നെസ് കളയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ടാണ് പോയി കണ്ടത്, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ കാണാൻ പോകുന്ന ആൾക്കാർക്ക് ആ ഒരു ഫ്രഷ്നെസ് നമ്മൾ കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കളയുന്നത് ശരിയല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ പറയാം, കുറെ സീനുകൾ എടുത്തു പറയാം, മമ്മൂക്കയുടെ ചില പെർഫോമൻസിനെ കുറിച്ചിട്ട് എടുത്തു പറയാം. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി കിട്ടും ഇന്റർവെല്ലിൽ. ഇന്റർവെല്ലിൽ ഇങ്ങനെ ഒരു പുക വരും, ബാക്കിയൊന്നും പറയുന്നില്ല. കിട്ടില്ല ഇന്റർവെല്ലായിരുന്നു. അത് പറഞ്ഞ പൊളിച്ചടുക്കി പെട്ടു. അപ്പൊ എന്താ പറയാ, എടോ ധൈര്യം വേണം, ഈ ക്യാരക്ടർ ചെയ്യാൻ ധൈര്യം വേണം. നമുക്ക് മറ്റേതില് പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഈ പടത്തിൽ നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറിനെ സ്നേഹിക്കാൻ കഴിയില്ല, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആ ക്യാരക്ടർ നമ്മുടെ മനസ്സൊന്നും പോവില്ല എന്നാണ് പറയുന്നത്. സത്യമാണ്, അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് മമ്മൂട്ടിയാണെന്നുള്ളത് തോന്നില്ലെന്നേ, ആ ക്യാരക്ടറായിട്ടാണ് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെയല്ലേ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. ഒരു തൊലിഞ്ഞ വൃത്തികെട്ടവൻ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കാൻ തോന്നും, അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ക്യാരക്ടർ. ധൈര്യം വേണം. ഇത് പറയുമ്പോ എന്തിന് ധൈര്യം എന്നൊക്കെ കുറെ തൊലിഞ്ഞവന്മാര് വന്ന് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ആക്ച്വലി ഉണ്ട്. പണ്ട് കാതലിന്റെ ട്രെയിലർ റിയാക്ഷനോ ടീസർ റിയാക്ഷനോ ഒക്കെ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ ഇതേ കാര്യം പറഞ്ഞപ്പോ, പുഴുവിന്റെ സമയത്തൊക്കെ ഞാൻ ഇതേ കാര്യം പറഞ്ഞപ്പോൾ 1-2 ആൾക്കാർ ഇങ്ങനെ കമന്റിൽ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇത് ചെയ്യാൻ എന്തിനാണ് ധൈര്യം? ധൈര്യം വേണടോ. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ഏത് ലെവലിൽ നിൽക്കുന്ന സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറാണ്. അത് സീനിയർ ആയിട്ടുള്ള ഒരു പെരിയ നടുകണ്ട. അപ്പൊ എന്താ ആ ഒരു ഇമേജിൽ നിൽക്കുന്ന ഒരാള് എന്താ പറയാ, ഇപ്പൊ പുഴുവിന് ചെയ്ത ക്യാരക്ടർ, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തില് മറ്റേ ഇപ്പൊ ഈ കളങ്കാവല് ചെയ്ത ക്യാരക്ടർ, ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഇത് ചെയ്യണ്ട, എന്റെ ഫാൻസിന് ഇഷ്ടപ്പെടില്ല, എന്റെ പ്രേക്ഷകർ കയറി വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാ, ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളാ. പക്ഷെ പുള്ളി ഓക്കെയാ, പുള്ളി ആക്ടറാണ്, പുള്ളിക്ക് ആക്രാന്താണ്, പുള്ളി അതാണ് ഫോക്കസ് ചെയ്യുന്നത്. പുള്ളി ആ ധൈര്യം കാണിക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് പുള്ളി കാണിക്കുന്നുണ്ട് ആ ധൈര്യം. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യണ്ട് എന്നുണ്ടെങ്കിൽ അത് ധൈര്യം തന്നെ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പുള്ളി ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അതാണ്ടാ മമ്മൂട്ടി. 100 കോടിയുടെ മറ്റേടത്തെ കണക്ക് വെച്ചിട്ട് മമ്മൂട്ടീനെ അളക്കാൻ വേണ്ടി നിൽക്കരുത്.
മനസ്സിലായ? ടോക്സിക് ആയിട്ടുള്ള തീട്ടങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. 100 കോടിയുടെ തൊലിനെ കണക്ക് വെച്ചിട്ട് അളക്കാൻ വേണ്ടി നിൽക്കരുത്. ഞാൻ വീണ്ടും പറയണം, 100 കോടിയൊക്കെ അടിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് ലാലേട്ടനാണെങ്കിലും മോഹൻലാലാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മമ്മൂക്കാണെങ്കിലും അടിച്ചോട്ടെ, സന്തോഷം തന്നെയാണ്. മമ്മൂക്കൊക്കെ ആണെങ്കിൽ 100 കോടി അടിക്കണം എന്ന് എനിക്ക് ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ 100 കോടി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ അളക്കുക, നിർഗുണം എന്നൊക്കെ കുറെ തെണ്ടികൾ വിളിക്കും. പോയി പോയി പുഴുങ്ങടാ, പോയി ടൂറ് പോയിട്ട് ഇങ്ങനെ പോയി വെച്ചിട്ട് അളക്കാൻ വേണ്ടി നിൽക്കണേ ഈ മനുഷ്യനെ. റേഞ്ചാ, റേഞ്ച് പാറ്, ആക്ടിങ് റേഞ്ച്. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറയണം. കുറെ ആയി കാണുന്നു ഈ 100 കോടിയുടെ കണക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഒരു ഒന്നുമില്ലാത്ത പോലെ അങ്ങോട്ട് പറഞ്ഞു കളയുക എന്ന് പറയുന്ന പരിപാടി. എല്ലാം കൂടി ചേർത്ത് ഇന്ന് അടിച്ചു തരും ഈ സിനിമയോട് കൂടിയിട്ട്. ഇത്രേ പറയാനുള്ളൂ. അത്യാവശ്യം ഈ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു കുറവ് ആക്ച്വലി ഉണ്ടായിട്ടില്ല. കമ്പാരാറ്റീവ്ലി അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുമുണ്ട്. അത്യാവശ്യം പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല ബുക്കിങ്ങും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്നൊന്നും. എന്താണെങ്കിലും പോസിറ്റീവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുക്കിംഗ് കയറാനുള്ള സാധ്യതയുണ്ട്. തൂക്കി അടിക്കും തന്നെ വിശ്വസിക്കണം. 100 കോടി കിട്ടിയ സന്തോഷം, പക്ഷെ നമ്മളെ ബാധിക്കണ കാര്യമല്ല 100 കോടി. ഞാൻ ഇപ്പോഴും പറയണു, അതാണ് എന്റെ നിലപാട്. ആസ് എ പ്രേക്ഷകൻ, ആസ് എ ഫാൻ, 100 കോടി കിട്ടിയ സന്തോഷം, കിട്ടണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടിയില്ലെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടറിന്റെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ ആക്ച്വലി കിട്ടുന്നുണ്ട്. ഇത്രേ പറയാനുള്ളൂ. ലാലേട്ടനാണെങ്കിലും ഇന്ത മാതിരി സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറ്റാത്ത ആളാണോ? സുഖമായിട്ട് പറ്റും. ലാലേട്ടനൊക്കെ നമുക്കൊക്കെ കിട്ടുന്ന ആക്ടറാണ്. അപ്പൊ ലാലേട്ടനാണെങ്കിലും ചെയ്യാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മൂപ്പർക്ക് ചെയ്യാം. പക്ഷെ മൂപ്പർ അങ്ങനെ ചെയ്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല. പുള്ളിയെ തേടി പോകാത്തതാണോ, പുള്ളി റെഡി ആവാത്തതാണോ എന്നുള്ളത് ഐ ഡോണ്ട് നോ. ലാലേട്ടനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു വരണം. ഇത് പറയുന്ന സമയത്ത് ഫാൻസ് വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ജെനുവിൻലി എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ ലാലേട്ടനെ എവിടെയും താഴ്ത്തി പറയുക അല്ലെങ്കിൽ കുറച്ച് പറയുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പുള്ളിന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ആസ് എ പ്രേക്ഷകൻ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ചില രീതിയിൽ കാണണമെന്ന്. മമ്മൂക്കയുടെ കാര്യത്തില് എന്താ പറയാ, നമുക്ക് ആഗ്രഹിക്കുന്ന ലെവലിലുള്ള സാധനങ്ങളൊക്കെ പുള്ളി തരുന്നുണ്ട്. റോഷാക്കൊക്കെ എന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാ. അപ്പൊ മമ്മൂക്കയുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ 100 കോടിയുടെ തൊലിഞ്ഞ കണക്ക് വെച്ചിട്ടല്ല അളക്കേണ്ടത്. ഇപ്പുറത്തെ ലാലേട്ടന്റെ ഭാഗത്ത് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൂപ്പര് തുടരുകയൊക്കെ ചെയ്തു. കിടില സിനിമകളാണ് അടുത്ത കാലത്ത്, നല്ല സാധനങ്ങളുടെ ഭാഗമാവുന്നുണ്ട്, വെരി ഗുഡ്. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ള ക്യാരക്ടർ, ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരണം. ആഗ്രഹിക്കുന്നോണ്ടല്ലേ പറയണേ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയില്. ലാലേട്ടന്റെ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാലോ, അതുകൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് തെറ്റ്. ഇത് പറയുമ്പോൾ നെഗറ്റീവ് പറയണം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. പൊട്ടന്മാര് വിചാരിക്കും, ബുദ്ധിയുള്ള ആൾക്കാർ വിചാരിക്കില്ല. വരട്ടെ, വിളിച്ചെടുക്കട്ടെ. ഇപ്പോ ഇത്രേ എനിക്ക് കളങ്കാവലിനെ കുറിച്ച് പറയാനുള്ളൂ. തകർത്തിട്ടുണ്ട്, കിട്ടില്ല സിനിമ. കളങ്കാവൽ എനിക്ക് തേട്ടി വരുന്നുണ്ട് ഇതിന്റെ അകത്തുള്ള പല സാധനങ്ങളും പറയാനൊക്കെ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഓരോ സീനുകളിലും ഇതിന്റെ എന്താ ഞാൻ പറയാ, ഇതിന്റെ അകത്ത് ഒരു ഫൈറ്റ് സീക്വൻസ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരാളെ തട്ടുന്ന ഒരു സീനുണ്ട്, ഒരാളെ തട്ടുന്ന ആ സീന് പോലും എന്ത് സ്റ്റൈലാ. ആ ആ ആ ആ സീനിന്റെ അകത്തും പുള്ളിയുടെ സിഗരറ്റ് വെച്ചിട്ടുള്ള പരിപാടി, ഫേസിൽ വരുന്ന സാധനം, അതാണ് ആ സമയത്തൊക്കെ ഒരു ആക്ടറിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നില്ല, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നായക സങ്കല്പത്തെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു വൃത്തികെട്ടവൻ, ഒരു 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 ഡെവിളിഷ് ആയിട്ടുള്ള ഒരു വില്ലനെ നമ്മൾ കാണുന്നത്. ദിസ് ഈസ് നോട്ട് ദാറ്റ് ഈസി മാൻ. ഞാൻ വീണ്ടും പറയണം, 100 കോടിയുടെ തൊലിഞ്ഞ കണക്കും വെച്ചിട്ട് മമ്മൂട്ടിനെ അളക്കുന്ന ആൾക്കാർ വെറും പട്ടിത്തീട്ടങ്ങളാണ്, കണ്ടിത്തീട്ടങ്ങളാണ്. വെളിവും ബോധവും ബുദ്ധിയുള്ളവര് 100 കോടിയുടെ തൊലിച്ച കണക്കും വെച്ചിട്ട് ഇങ്ങേരെ അളക്കാനും ഇങ്ങേരെ താഴ്ത്തിക്കെട്ടാനും ഓരോ പേരിട്ട് വിളിക്കാനും നിൽക്കൂല. മനസ്സിലായ? ഇത് പറയുമ്പോൾ ലാലേട്ടനെ കുറിച്ചിട്ട് ഇവര് പറയണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് വരണ്ട. ലാലേട്ടനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചിട്ടൊക്കെ വേറെ സെപ്പറേറ്റ് പല സാഹചര്യത്തിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കളങ്കാവലിനെ കുറിച്ചിട്ട് സംസാരിക്കണു, മമ്മൂട്ടിനെ കുറിച്ച് സംസാരിക്കണു. അപ്പൊ ഇത് ഈ വീഡിയോയുടെ അകത്താണ് റെലവൻസ്, അതുകൊണ്ട് പറയുന്നു. ലാലേട്ടന്റെ അഗേൻസ്റ്റ് പറയുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള സംഗതികൾ പല സാഹചര്യത്തിലും പല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്.